നമ്മളങ്ങനെ ചിന്തിച്ചു പോവല്ലോ. കൃഷ്ണൻ ഒരുപാട് ചിന്തിക്കുന്നു. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. സ്കൂൾ പഠിക്കുന്ന സമയത്ത് പാട്ട് ഇറങ്ങിയെന്ന് തോന്നുന്നു. സ്കൂളിൽ ഒരു പരിധി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും പഠിക്കുന്നു, പാസ്സായി പോകണം. തളരരുത് രാമൻകുട്ടി, തളരരുത്. ഇന്റിമേറ്റ് സീനൊക്കെ ചെയ്യുമ്പോ ഭയങ്കര മുഖത്ത് ഇങ്ങനെ അത്രമാത്രം ഇന്റിമേറ്റ് സീനൊന്നും ജസ്റ്റ് ഇങ്ങനെ ക്ലോസ് ആയിട്ട് വരുമ്പോഴൊക്കെ നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. റെഡ് ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബ് ചോദിക്കുന്ന ക്വസ്റ്റിന് ഭയങ്കര കാര്യമായിട്ട് ചിന്തിച്ചു പോകരുത്. കുട്ടിയുടെ ലെവലിലാണ് ഇനി ഞാൻ തിരിച്ചു തള്ളാം. ഓക്കെ, എനിക്ക് 500 രൂപ തന്നതിനൊക്കെ പറ്റുള്ളൂ. നാട്ടിലാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര പാടാ. നമ്മൾ എത്രയൊക്കെ നമ്മൾ മൊബൈൽ സ്ക്രീനിൽ ഇരുന്ന് കണ്ടാലോ ടെലിഗ്രാമിൽ ഇരുന്ന് കണ്ടാലോ ഫീല് കിട്ടില്ല. ഇന്ന് നമ്മളോടൊപ്പം ഓഗസ്റ്റ് 9 റിലീസിനൊരുങ്ങുന്ന സിക്കാഡ എന്ന ത്രില്ലർ മൂവിയുടെ ഡയറക്ടർ ശ്രീജിത്ത് ഇടവണ, ഹീറോ രജിത്ത്, അതുപോലെ ഹീറോയിൻ ഗായത്രിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ഹലോ, വെൽക്കം ടു മൂവി വേൾഡ്. താങ്ക് യു. അപ്പോൾ പുതിയ വിശേഷം സിക്കാഡയാണ്. സിക്കാഡ എന്നുള്ളൊരു പേര് ഇടാനുള്ള കാരണം എന്താ? അതായത് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള പേര് എന്തുകൊണ്ടാ സിക്കാഡ എന്നുള്ള പേരിട്ട്? സിക്കാഡ എന്ന് പറഞ്ഞാൽ ചീവീട് എന്നാണ് അർത്ഥം. ഞാൻ അത് കണ്ടിരുന്നു, ഒരു പ്രാണി അല്ലേ? ആ, ചീവീട്. ഈ വൈകുന്നേരം ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള സൗണ്ട് ഉണ്ടാക്കത്തില്ലേ, ആ പ്രാണിയാണ് ചീവീട്. അപ്പോൾ ഈ ചീവീട് ആക്ച്വലി നമ്മളൊരു കാട്ടിൽ കയറുമ്പോഴത്തേക്കും ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഒരു ഫീൽ ആയിരിക്കും, ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. നമ്മൾ ഒറ്റയ്ക്കൊക്കെ പോവുകയാണെങ്കിലും ഇപ്പോൾ ഒരു കാട് ഏരിയ കൂടെ പോകുമ്പോൾ അത് കുറേ നേരം കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് അതങ്ങ് മ്യൂട്ടാവും. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് പേടിയാവാൻ തുടങ്ങും. ശരിയല്ലേ? ആവില്ലേ? അപ്പോൾ അതുകൊണ്ടാണ്, ഐ മീൻ, ഈ ഒരു മേജർ കോൺസെപ്റ്റാണ് ആക്ച്വലി സിനിമയുടെ ഒരു ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. അല്ല, അതായത് ഇപ്പോ ശ്രീജിത്ത് പറഞ്ഞ പോർഷൻ എന്താ വെച്ചാൽ ഒരേ സമയം നല്ലതുമാണ്, അറ്റ് ദ സെയിം ടൈം ഒരേ സമയത്ത് തന്നെ അതൊരു പ്രോബ്ലമാണ്. രണ്ട് വശങ്ങളുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ഈ ഓൺ ഗോയിങ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ മഴ പൊതുവെ നമ്മൾ വളരെയധികം എൻജോയ് ചെയ്യുന്നതാണ് മഴ. പക്ഷെ അതേ മഴ ഒരു ദുരന്തത്തിൽ അവസാനിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പൊ നമുക്കുള്ളത്. സോ രണ്ട് വേർഷൻസ് ഉണ്ട് എന്ന് പറയുന്ന പോലെയാണ് ഈ സിനിമയിലെ ഒരു ട്രാവൽ. ഒരു നായകന്റെ കഥാപാത്രം എടുത്തു നോക്കിയാലും സിനിമയുടെ ഒരു ഹോൾ ജേർണി എടുത്ത് നോക്കിയാലും രണ്ട് വശങ്ങളുണ്ട്. എങ്ങനെ ആകരുത് ഒരാള് എന്നുള്ളൊരു ഇൻഫ്ലുവൻസ് നായകന്റെ ഭാഗത്തു നിന്ന് വേണമെങ്കിൽ എടുക്കാം, എങ്ങനെ ആകാം, അങ്ങനെ രണ്ടൊരു വശങ്ങളുണ്ട്. സോ അത് തന്നെയാണ് സിക്കാഡ. എനിക്ക് ഭയങ്കര സിക്കാഡ, എനിക്ക് തോന്നുന്നു ആർക്കും അധികം അറിയണ്ടാവില്ല. ഇതൊരു ഒരു ക്രീച്ചറിന്റെ പേരാണെന്ന് ആർക്കും അധികം അറിയാൻ ചാൻസ് ഇല്ല. ഇത് ആക്ച്വലി ചീവീടിന്റെ ഒരു ഫാമിലിയിൽപ്പെട്ട ഒരു ഇതാണ് സിക്കാഡ എന്ന് പറയുന്നത് ആക്ച്വലി. അതെ, എന്തായാലും പേര് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത് ത്രില്ലർ മൂവി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ മലയാളത്തിൽ ഒരുപാട് ത്രില്ലർ മൂവീസ് ഇറങ്ങുന്നുണ്ട്. സർവൈവൽ ത്രില്ലർ എന്ന കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ മഞ്ഞുമൽ ബോയ്സ് തന്നെ ഇപ്പോൾ എക്സാമ്പിൾ പറയാം, ഭയങ്കര ഹിറ്റായി. അപ്പോൾ ത്രില്ലർ മൂവികൾ ഒരുപാട് വരുമ്പോൾ അതിൽ ഒരുപാട് വെറൈറ്റീസ് കൊണ്ടുവരണം. കാരണം ഇപ്പോൾ നമ്മൾ മലയാളം മാത്രമല്ല, ഇംഗ്ലീഷും ഹിന്ദി അങ്ങനെ ഒരുപാട് മൂവീസ് ഓഡിയൻസ് കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് സിക്കാഡയിൽ വെറൈറ്റി ആയിട്ട്? ഈ അങ്ങനെ അതിനേക്കാൾ കൂടുതലായിട്ട് ആക്ച്വലി നമ്മുടെ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഒന്ന് രണ്ട് കാര്യങ്ങൾ വന്നപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്തിട്ടാണ് സിക്കാഡയുടെ സ്ക്രിപ്റ്റ് ഉണ്ടാവുന്നത്. ആക്ച്വലി ഞാനൊരു പ്രാവശ്യം ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയപ്പോൾ ഉണ്ടായ കുറച്ച് അനുഭവങ്ങൾ, അങ്ങനെയാണ് സിക്കാഡയുടെ ഒരു തോട്ട് തുടങ്ങുന്നത്. സോ ഇതിനകത്ത് എന്താ പറയുക, ഒരാൾക്ക് പെട്ടെന്ന് കുറേ കാര്യങ്ങൾ അനുഭവിക്കുന്നു വരുന്നു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്. അത് അയാളുടെ പാസ്റ്റായിട്ട് കണക്റ്റഡ് ആയിരിക്കാം, ചിലപ്പോൾ ഫ്യൂച്ചറായിട്ട് കണക്റ്റഡ് ആയിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് റിലേറ്റ് ചെയ്തിട്ടാണ് സിക്കാഡ. അതെ, ഇപ്പോൾ നമ്മൾ എല്ലാ സർവൈവൽ ത്രില്ലേഴ്സും നമ്മൾ വിചാരിച്ച പോലെ ഹിറ്റ് ആവണമെന്നില്ല. പിന്നെ അത് ആൾക്കാർക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടല്ലേ ഈ സർവൈവൽ? അല്ല, അത് സർവൈവൽ ഡ്രാമ ത്രില്ലർ കാറ്റഗറി ഒന്നല്ല. എല്ലാ സിനിമയും, ഏത് കൊമേഴ്ഷ്യലി പറഞ്ഞാലും ശരി, ഏത് ആർട്ട് ഹൗസ് സിനിമ എന്ന് പറഞ്ഞാലും ശരി, ഏത് സിനിമയ്ക്കാണ് നമുക്കങ്ങനെ ഷോർട്ടായിട്ട് ഇന്ന ഓഡിയൻസ് വരും, ഇത് കാണും, ഇത് സൂപ്പർ ഹിറ്റ് ആവും. എല്ലാവരുടെയും ബേസിക് എക്സ്പെക്ടേഷൻ അത് തന്നെയാണ്, ഇത് ഹിറ്റ് ആവണം എന്നുള്ളത് തന്നെയാണ്. നമ്മുടെയും എക്സ്പെക്ടേഷൻ അത് തന്നെയാണ്. സിക്കാഡ ഇപ്പോൾ ഒരു ഇന്ന ഏജ് കാറ്റഗറി എന്നൊന്നുമില്ല, എല്ലാവർക്കും കാണാം. എങ്ങനെയാണ്? 18+ ആണ്. ഓക്കെ, ഞാൻ അത് എടുത്ത് ചോദിച്ചത് അങ്ങനെ അല്ല. അതിൽ 18+ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതിലത്തെ ചില നമ്മളിതിൽ എന്താ പറയുക, ഒരു ടൂളായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ചില സംഭവങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വുമൺ എംപവർമെന്റ്, അല്ലെങ്കിൽ ഇപ്പോൾ യൂസേജ് ഓഫ് ഡ്രഗ്സ് എന്നൊക്കെ പറയുന്ന നമ്മുടെ സമൂഹത്തിൽ കാണുന്ന കുറച്ച് അനീതികൾ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, എന്തുകൊണ്ട് അത് തെറ്റാകുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇതിലുണ്ട്. അപ്പൊ അതിലുള്ള ചില പോർഷൻസും കാര്യങ്ങളൊക്കെ നാച്ചുറലി ഒരു കിഡ്സ് കുട്ടികൾ അതുകൊണ്ടാണിത്
ഓക്കെ, അപ്പൊ നിങ്ങൾ തമ്മിൽ അത്യാവശ്യം കോമ്പിനേഷൻ സീൻ അടിപൊളിയായിട്ട് കണ്ടു. ഞാൻ ട്രെയിലറിലൊക്കെ കണ്ടു. അല്ല, അതുകൊണ്ടല്ല പറഞ്ഞോണ്ട് ഞാൻ അതുകൊണ്ടല്ല, അതുകൊണ്ട് ഞാൻ എടുത്തു പറഞ്ഞു ഇതൊക്കെയാണ് കാരണങ്ങൾ. പക്ഷെ ഒരു കാര്യമുണ്ട്, ട്രെയിലറിൽ അതുപോലെ ആ ഒരു സോങ്ങിലൊക്കെ കണ്ടു കഴിഞ്ഞാല് അത്യാവശ്യം നമ്മളങ്ങനെ ചിന്തിച്ചു പോവല്ലോ. കൃഷ്ണൻ ഒരുപാട് ചിന്തിക്കുന്നു. അല്ല, പക്ഷെ ട്രെയിലറിൽ അങ്ങനെ അതിനും മാത്രം ഇല്ലല്ലോ, ആ കുട്ടി ഒറ്റ ഷോട്ടിൽ മാത്രമല്ലോ. ആ സോങ് ഉണ്ടല്ലോ, സോങ്ങില് അത്യാവശ്യം ഉണ്ടല്ലോ. അത് സ്വാഭാവികം. അത് നമ്മൾ ഏത് ബോളിവുഡ് സോങ്സ് എടുത്തു നോക്കിയാലും എടുത്ത് ചോദിക്കണം. പക്ഷെ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന സംഭവമായിരുന്നു അത്. അതെ അതെ. നിങ്ങൾ തമ്മിലുള്ള കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങളുടെ കോമ്പിനേഷൻ വാസ് റിയലി നൈസ്. കാരണം അത് ഞങ്ങൾക്ക് നൈസ് ആയിരുന്നു. നല്ല കെമിസ്ട്രി. നമുക്ക് ആ ഒരു സോങ് ആക്ച്വലി സ്പീക്കിംഗ് ആ കെമിസ്ട്രി വർക്ക് ആവരുത് എന്നുള്ളതായിരുന്നു. കാരണം കുറെ ബുദ്ധിമുട്ടിയോ ഇവരുടെ കെമിസ്ട്രി വരാൻ വേണ്ടി? ഇല്ലല്ലോ, പെട്ടെന്ന് ഞങ്ങൾക്ക് വളരെ എളുപ്പമായിരുന്നു എല്ലാം ചെയ്യാനൊക്കെ. ഇനീഷ്യലി നമ്മൾ അതൊന്ന് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ടൈം എടുത്തു. കാരണം ഇപ്പോ ഞങ്ങൾ ആക്ച്വലി ഇന്നലെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ പറഞ്ഞു, അതായത് ഗായത്രിക്ക് ആക്ച്വലി ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസ് ഉണ്ടായിരുന്നു. കാരണം ആദ്യത്തെ സ്കെഡ്യൂളിൽ വന്നപ്പോൾ ഗായത്രി ഭയങ്കര ലൈക്ക് ഒബ്വിയസ്ലി ഇതിലൊരു നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു ഇതുമില്ല, വളരെ ഫാമിലി ഓഡിയൻസിന് കാണാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞ ഗായത്രിക്ക് അപ്പോൾ പക്ഷെ കുറച്ചൊരു ഇൻഹിബിഷൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ഇൻഹിബിഷൻ എനിക്ക് സെക്കൻഡ് സ്കെഡ്യൂളിൽ വന്നപ്പോൾ പക്ഷെ ഗായത്രി അത് ആ ഇൻഹിബിഷനിൽ വർക്ക് ഔട്ട് ചെയ്തു. പിന്നെ വളരെയധികം വളരെ ബോൾഡായി. ഞാൻ ബോൾഡ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ കാരണം ലൈക്ക് ഷി വാസ് റെഡി ഓൺ സ്ക്രീൻ. ലൈക്ക് എന്ത് ഡയറക്ടർ പറയുന്നു ഡയറക്ടർക്ക് കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ ചെയ്തു കൊടുക്കാനുള്ള ഒരു ധൈര്യം കിട്ടിയ പോലെ ഉണ്ടായിരുന്നു. ഇത് എനിക്കും പേടി ഉണ്ടായിരുന്നു, ടു ബി ഫ്രാങ്ക്. കാരണം എത്രത്തോളം ഈ നമ്മൾ ഓൺ സ്ക്രീൻ നമ്മളിങ്ങനെ ഒരു സംഭവം ചെയ്യുമ്പോൾ സാധാരണ എല്ലാവർക്കും ഉണ്ടാവുന്ന പോലെ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ അത് ഗ്രാജുവലി അത് മാറി. നമ്മുടെ കഥ ഡിമാൻഡ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ അതിൽ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തത്. ഉറപ്പായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം രജിത്ത് പറഞ്ഞു ഫസ്റ്റ് വന്ന സമയത്ത് എനിക്ക് ഈ പറയുന്ന പോലെ കുറച്ച് ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു കുറേ സീക്വൻസിലൊക്കെ. അപ്പം എന്നെ അതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തത് രജിത്തും അതുപോലെ ശ്രീജിത്തേട്ടനും. ഇവരുടെ രണ്ടുപേരുടെ സപ്പോർട്ട് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ശരിക്കും. ഗായത്രിയുടെ ഫസ്റ്റ് മൂവിയാണോ ഇത്? അതായത് ആസ് എ ഹീറോയിൻ ഫസ്റ്റ് മൂവിയാണ്. അപ്പൊ ഇതിന് മുൻപ് ക്യാരക്ടർ റോൾസ് പ്ലേ ചെയ്തിട്ടുണ്ട്, 1-2 പടങ്ങളിൽ ചെയ്തിട്ടുണ്ട്. പുതിയ സിനിമ അപ്പൊ അടിപൊളിയാവട്ടെ അല്ലേ? എങ്ങനെ ഇപ്പൊ ഇതിന്റെ പോസ്റ്റർ കണ്ടപ്പോഴേ നമുക്ക് ഫസ്റ്റ് തന്നെ കാണുമ്പോ ഭയങ്കര ഒരു എന്താ പറയാ, ഈ നിഗൂഢത എന്നൊക്കെ പറയില്ലേ, അത് ഫുൾ ത്രൂ ഔട്ട് ദ സിനിമ ഉണ്ട്. അതെ അതെ. അപ്പൊ പോസ്റ്ററുകളൊക്കെ മേക്ക് ചെയ്യുമ്പോ ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യണം അങ്ങനത്തെ ഒരു അങ്ങനെ ഉണ്ടായിരുന്നു? അത് ആ കഥ, ഐ മീൻ ആ പടത്തിന്റെ മൂഡ് എന്താണ് എന്നുള്ളത് വെച്ചിട്ടാണ് പോസ്റ്റർ വർക്ക്ഔട്ട് ചെയ്തേക്കുന്നത്. ആക്ച്വലി അതിനകത്ത് സെൻട്രലിൽ നിൽക്കുന്നത് ജെയ്സ് ജോസ് എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് അതിൻ്റെ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവർ 3 പേരും തമ്മിലുള്ള കോമ്പിനേഷനാണ് ആ ഫിലിം ആക്ച്വലി. അതിനകത്ത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു നാട്, ഐ മീൻ ഒരു ടൗൺ, ഒരു ഫോറസ്റ്റ്, ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ഇല്ലേ? ഐ മീൻ ഇറ്റ്സ് ലൈക്ക് ഒരു നന്മ ഒരു തിന്മ, അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത്. മെയിൻ തിങ് കാടാണല്ലേ? പ്രകൃതി ഇതിലൊരു വലിയ റോൾ ഉണ്ട് പ്രകൃതിക്ക്. അത് ട്രെയിലറിൽ നമുക്ക് ഭയങ്കര കണക്ട് ആവുന്നുണ്ട്. ഈ സിനിമയിൽ ആക്ച്വലി ഒരു എന്താ പറയാ, ഒരു ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് പ്രകൃതിയാണ്. ഒരു സെക്കൻഡ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഇതിൽ ഒരുപാട് വൈൽഡ് ലൈഫ് ആനിമൽസ് ഉണ്ട്. ഒരു സെക്കൻഡ് ക്യാരക്ടർ അത്തരത്തിലുള്ള വൈൽഡ് ലൈഫ് ഈ പറയുന്ന സിക്കാഡ ഉൾപ്പെടെ. സിക്കാഡ ഉണ്ട്, പിന്നെ ഇലിയാന എന്ന് പറയുന്ന ഒരു പാമ്പുണ്ട്, പൈത്തൺ. എല്ലാം ഒറിജിനൽ. പിന്നെ ഒരു പോത്തുണ്ട്, മുറാപ്പോത്ത് എന്ന് പറഞ്ഞിട്ടില്ല, ഒരു മുറാപ്പോത്തുണ്ട്, ഒരു കാട്ടുപോത്തിന്റെ ഒരു ഫീലുള്ള സാധനം. പിന്നെ പട്ടിയുണ്ട്. ഓൾമോസ്റ്റ് അതായത് നാച്ചുറായിട്ട് കണക്ട് ചെയ്ത അങ്ങനെ പോകുന്ന ഒരു മൂവിയാണല്ലേ? നേച്ചറായിട്ട് ഭയങ്കര കണക്ട്. ഡയലോഗ്സിനേക്കാൾ ഉപരി ഇത്തരത്തിലുള്ള ഒരുപാട് എന്താ പറയാ, പ്രകൃതി, ആനിമൽസ്, അങ്ങനത്തെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഈ എന്താ പറയാ ജോ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന്റെ ട്രാവലിൽ വരുന്നുണ്ട്. അപ്പൊ അതെങ്ങനെ, എന്തുകൊണ്ടാണ് ആ ഒരു സോ കോൾഡ് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്നൊക്കെ അറിയണമെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ മെസ്സേജ് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ ഫിലിം? ഞാൻ അതാ നേരത്തെ പറഞ്ഞ വുമൺ എംപവർമെന്റ്, അതുപോലെ ഡ്രഗ്സ് യൂസേജ്. അതല്ലാതെ ഒരു മെയിൻ മെസ്സേജ് ഉണ്ട്, പക്ഷെ അതിപ്പോ പറയാൻ പറ്റില്ല. അല്ല, അതുകൊണ്ടാണ് ഇപ്പം പറയുമ്പോ എനിക്ക് പേടിയത്തില്ല. അല്ല, ഒരു കാര്യം പറയാം. ബേസിക്കലി നമുക്ക് ഒരു കാര്യത്തില് സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം. നമ്മൾ നന്മ ചെയ്യുമ്പോൾ നമുക്ക് നന്മ തിരിച്ചു കിട്ടുന്നു, നമ്മൾ തിന്മ ചെയ്യുമ്പോൾ തിന്മ തിരിച്ചു കിട്ടും എന്ന് പറയുന്ന ഒരു കർമ്മ
എന്ന് പറയുന്ന ഒരു വിശ്വാസം ഉണ്ടല്ലോ, അതിന്റെ ഒരു ബേസ് ഇതിലുണ്ട്. അതിൽ സസ്പെൻസ് ഒന്നും ഒളിക്കുന്നില്ല, സസ്പെൻസ് ഒന്നും പറയുന്നില്ല, പക്ഷെ ആ ഒരു ബേസ് ഇതിലുണ്ട്. അതെ അതെ, ശ്രീധരൻ ഇങ്ങനെ നോക്കുക, ഇവൻ ഇത് പറയോ ദൈവമേ എല്ലാം. അല്ലല്ല, ഞാൻ അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് അത് ആദ്യമേ പറഞ്ഞ, അതായത് ഇതിലത്തെ നായിക കഥാപാത്രമായ ജോയിനെ പോലെ ഒരിക്കലും ഒരു മനുഷ്യനും ആവരുത്. അത് വളരെ സത്യസന്ധമായിട്ട് തന്നെ ഞാൻ പറയുന്നതാണ്. അതേപോലത്തെ ഒരു കാമുകൻ ഒരു കാമുകിക്ക് ഉണ്ടെങ്കിൽ ഒരിക്കലും ആ കാമുകി മുമ്പോട്ട് പോകരുത്. അയ്യോ, അതും പറയരുത്. അത് പറയാം, അങ്ങനെ പറയാം, അതിൽ തെറ്റൊന്നുമില്ല. അല്ല, എന്താണ് അത്, എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നത് എന്ന് അറിയണമെങ്കിൽ ടെയിൽ എൻഡ് വരെ സിനിമ